Nios October 2023 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സ് വിജയകരമായി ആരംഭിച്ചിരിക്കുന്നു. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി കോൺടാക്ട് 7561009757. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഒക്ടോബർ 2023 തിയറി എക്സാമിനേഷന് അടുത്തിരിക്കുകയാണ്. 3-ാം തീയതി ഇന്നലെ മുതൽ നമ്മുടെ എക്സാമിനേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലെ, പരീക്ഷയൊക്കെ തുടങ്ങി. നമ്മുടെയൊക്കെ സബ്ജക്ട്സ് 6, 12 ഡിഫറെന്റ് ഡേറ്റ്സിലാണ് ഓരോ കുട്ടികൾക്കും എക്സാമിനേഷൻ വരുന്നത്. സോ പരീക്ഷ അടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനും കൂടുതലാണ്. കാരണം എന്താ, എങ്ങനെയായിരിക്കും എക്സാം? പ്രാക്ടിക്കൽ വളരെ ഈസി ആയിരുന്നു, നല്ല മാർക്ക് കിട്ടി. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പ്രാക്ടിക്കലിന്റെ മാർക്കിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ അതിലെല്ലാവരും ഹാപ്പിയാണ്. സോ അതുപോലെ തന്നെ ഈ തിയറി എക്സാമിനേഷൻ കൂടെ സിമ്പിൾ ആയിട്ട് പാസ്സായ നമ്മുടെ കാര്യം, നമ്മുടെ ലക്ഷ്യം സഫലമായി എന്നുള്ള ആഗ്രഹത്തിലാണ് കുട്ടികൾ നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് എത്ര മാർക്ക് മിനിമം എടുത്താൽ നമ്മൾ പാസ്സാവും, മിനിമം എത്ര മാർക്ക് കിട്ടണം, എവിടെയൊക്കെ എടുക്കണം, തിയറി എത്ര എടുക്കണം, പ്രാക്ടിക്കൽ എത്ര എടുക്കണം, അസൈൻമെന്റ് എത്ര എടുക്കണം, ഇനി പാസ് മാർക്ക് എത്ര മാർക്കിന് എഴുതി എത്ര മാർക്ക് മിനിമം എടുക്കണം, മാക്സിമം എത്ര മാർക്ക് വരെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനിയും പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾ, ഇപ്പോ പരീക്ഷക്ക് അടുത്തു, ഇനിയും ടെൻഷനാ, ഏതാ പഠിക്കണമെന്ന് അറിയില്ല. സോ മക്കളെ, നിങ്ങൾ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സ്, അതിന് വേണ്ട എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ക്രാഷ് കോഴ്സിൽ അവൈലബിൾ ആണ്. ക്രാഷിൽ തന്നിട്ടുള്ള ഓരോ ക്ലാസിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് കണ്ടന്റ് വീഡിയോസ്, അതുപോലെ തന്നെ അതിലുള്ള മെറ്റീരിയൽസ്, Q&A എന്ന് പറയുന്ന മെറ്റീരിയൽസ്, അത് മാത്രം പഠിക്കുക. ഇനി നമുക്ക് കൂടുതൽ പഠിക്കാനൊന്നും സമയമില്ല. സോ അത് മാത്രം ഫോക്കസ് ചെയ്യാം. അപ്പൊ ഇനിയും ക്രാഷ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളുടെ വേഗം തന്നെ താഴെ കാണുന്ന നമ്മളോട് വിളിക്കുക, പെട്ടെന്ന് തന്നെ ക്രാഷ് ജോയിൻ ചെയ്യുക. പരീക്ഷ ആകുമ്പോഴത്തേക്കും മാക്സിമം പഠിച്ച് തീർക്കുക. ഈ കണ്ടന്റ് മാത്രം പഠിച്ച് പാസ്സാവാൻ ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റിവിഷനിൽ തന്ന കണ്ടന്റ്, അതുപോലെ നിങ്ങളുടെ മോഡൽ എക്സാം നടത്തിയതിലുണ്ടാവുന്ന ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ മാത്രം ബാക്കി കാര്യങ്ങൾ പോയിട്ട് പോയാൽ മതി. പാസ് മാർക്ക് അതിലുണ്ടാവും, വിജയിക്കാനുള്ള മാർക്ക് അതിലുണ്ടാവും മക്കളെ. സോ ഇനി പരീക്ഷ പാസ്സാവും എന്നുള്ള ടെൻഷൻ ഒന്നും വേണ്ട. എത്ര മാർക്ക് പാസ്സാവണം എന്നുള്ളത് നോക്കി ആ മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടി, നമ്മൾ എത്ര മാർക്ക് എടുക്കും എന്നുള്ള തീരുമാനമായി. പിന്നെ ഇപ്പോൾ ഇവിടെ എന്ത് ടെൻഷനാ? അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ പാസിംഗ് മാർക്ക് എത്രയാന്നുള്ളത്. കണ്ടില്ലേ, ബോർഡിലതാ എല്ലാ സബ്ജക്റ്റിന്റെയും മാർക്കുകൾ അങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുക. ഇനി ഇത് വെച്ചിട്ട് വേണം എത്ര മാർക്ക് ഞാൻ എടുക്കണം, ഇനി പരീക്ഷ കഴിഞ്ഞാൽ എത്ര എനിക്ക് കിട്ടും, ചോദ്യങ്ങളൊക്കെ വെച്ചിട്ട് മാർക്ക് ഏകദേശം ഒരു കാൽക്കുലേഷനിൽ നമുക്ക് എത്ര കിട്ടും. ഇനി റിസൾട്ട് വന്നു കഴിഞ്ഞാലും നമ്മുടെ മാർക്കൊക്കെ ഇത് വെച്ചിട്ട് വേണം മക്കളെ നിങ്ങൾ ചെക്ക് ചെയ്യാൻ. ഓക്കെ, ഇവിടെ നോക്കുക നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കൂ. പാസിംഗ് ക്രൈറ്റീരിയ ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഈ ഒരു ചാർട്ട് പ്രകാരമാണ് നിങ്ങളുടെ മാർക്കൊക്കെ NIOS വാലിഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്ട്സ്, 10ാം ക്ലാസ് ആണെങ്കിലും ശരി, +2 ആണെങ്കിലും ശരി, പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾ ഏതൊക്കെ? ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, അറബി, സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ബിസിനസ് സ്റ്റഡീസ്, അങ്ങനെ നിങ്ങൾ ലാബ് എക്സാം അറ്റൻഡ് ചെയ്യാത്ത സബ്ജക്ട്സ് ഒക്കെയാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾ, വിത്തൗട്ട് പ്രാക്ടിക്കൽ സബ്ജക്ട്സ്. സോ വിത്തൗട്ട് പ്രാക്ടിക്കൽ സബ്ജക്ട്, ടൈപ്പ് ഓഫ് സബ്ജക്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. വിത്തൗട്ട് പ്രാക്ടിക്കൽ ഇല്ലാത്ത 10ാം ക്ലാസിന്റെയോ +2ന്റെ ഒക്കെ സബ്ജക്റ്റിന്റെ തിയറി മാർക്ക് കണക്കാക്കുന്നത് 80 മാർക്കിന്. എത്ര? 80 മാർക്സ്. 8-0 80 മാർക്കാണ് അവർ കണക്കാക്കുന്നത്. പക്ഷെ 80 മാർക്കിനല്ല നമ്മുടെ പരീക്ഷ നടക്കുക. നമ്മുടെ പരീക്ഷ 100 മാർക്കിന്റെ പരീക്ഷ നടക്കുക. ആ 100 മാർക്ക് നിങ്ങൾക്ക് 100 മാർക്കിന്റെ പരീക്ഷ നടത്തും. ആ 100 മാർക്ക് കിട്ടുന്ന മാർക്കിനെ 80ലോട്ട് കൺവേർട്ട് ചെയ്യും. എത്രയിലോട്ട് കൺവേർട്ട് ചെയ്യും? 80ലോട്ട് കൺവേർട്ട് ചെയ്യും. മനസ്സിലായോ? 100ലാണ് 33 മാർക്ക് പാസ്സാവാൻ. അപ്പൊ 80ലോട്ടാവുമ്പോൾ 26 മാർക്ക് കുറഞ്ഞു വരിക ചെയ്യുക. സോ 100 മാർക്കിന്റെ എക്സാം തന്നെയാണ്. സാർ ഇപ്പൊ 80 എന്ന് പറഞ്ഞിട്ട് 80 ആക്കരുത്. മാക്സിമം മാർക്സ് 100 ആയിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും വിത്തൗട്ട് പ്രാക്ടിക്കൽ സബ്ജക്ട്സിന്. ആ 100 മാർക്ക്, ഇപ്പൊ 100ൽ 100 കിട്ടിയ കുട്ടിക്ക് 80ൽ 80, 100ൽ 99 കിട്ടിയ കുട്ടിക്ക് 80ൽ 79. അങ്ങനെ ആയിരിക്കും നമുക്ക് മാർക്ക് കൺസിഡർ ചെയ്യുക. അപ്പൊ 100ക്കാണ് നമ്മുടെ മാർക്ക് വരിക. 100ൽ 33 മാർക്ക് എടുത്താൽ 80ൽ 26 ഉണ്ടായിരിക്കും. ഓക്കെ. സോ ഈ 100 മാർക്ക് 80ലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ NIOS കൺസിഡർ ചെയ്യുന്ന തിയറി മാർക്ക് വിത്തൗട്ട് പ്രാക്ടിക്കൽ സബ്ജക്ട്സ് 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ആണെന്നുണ്ടെങ്കിൽ തിയറിക്ക് 80 മാർക്ക്. പ്രാക്ടിക്കൽ ഇല്ലാത്തത് കൊണ്ട് പ്രാക്ടിക്കൽ മാർക്ക് അവിടെ ഇല്ല, നോ പ്രാക്ടിക്കൽ മാർക്ക്. ദെൻ ഇന്റേണൽ അസസ്മെന്റ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇന്റേണൽ അസസ്മെന്റ് പറഞ്ഞിരുന്നില്ലേ? പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് എത്ര മാക്സിമം മാർക്ക്? 20 മാർക്ക് മാക്സിമം അസൈൻമെന്റ് മാർക്ക്. സോ ഈ 80 മാർക്കും ഈ 20 മാർക്കും കൂട്ടിയിട്ടാണ് ടോട്ടലി നമുക്ക് 100 മാർക്ക് വരുന്നത്. എത്ര മാർക്കാ? 100 മാർക്ക്. സോ നിങ്ങൾക്ക് റിസൾട്ടിൽ വരുന്ന മാർക്കാണ് ഞാൻ ഈ പറഞ്ഞത്. റിസൾട്ട് വരുമ്പോൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2ൽ നിങ്ങളുടെ തിയറിയുടെ മാർക്ക് എത്ര? 80ലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. പ്ലസ് അതിന്റെ കൂടെ ഡയറക്റ്റ് നിങ്ങൾക്ക് ഇന്റേണൽ അസസ്മെന്റ് മാർക്ക് വരിക. അപ്പൊ ഇന്റേണൽ
അസസ്മെന്റ് മാർക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായോ? നമ്മുടെ മാർക്ക് കൂടുതൽ കിട്ടാൻ ഏറ്റവും ഉപകാരപ്പെടുന്ന ആരാ? ഇന്റേണൽ അസസ്മെന്റാ. കാരണം അത് 1, 2, 3 അങ്ങനെ ഓരോ മാർക്കായിട്ട് കൺസിഡർ ചെയ്യണേ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. 80 മാർക്കറിന് 100 മാർക്കിന്റെ പരീക്ഷ എഴുതിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ നമ്മുടെ മാർക്ക് വരുന്നത്, കണ്ടോ? പക്ഷെ ഇവിടെ എന്താ 20 മാർക്ക് നമുക്ക് ഡയറക്റ്റ് ആണ് കയറുന്നത്. ഓക്കെ, സോ ഈ 80 മാർക്കും ഈ 20 മാർക്കും കൂടി മൊത്തം നിങ്ങൾ എടുക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 100 മാർക്കാ. എന്നാൽ നമുക്ക് വിജയിക്കാൻ എത്ര മാർക്ക് വേണം? 10ാം ക്ലാസ് ആവുമ്പോൾ തിയറിയും പ്രാക്ടിക്കലും ഒക്കെ ഒറ്റ ഒന്നാ കൺസിഡർ ചെയ്യുക. ഇപ്പൊ ഇവിടെ വിത്തൗട്ട് പ്രാക്ടിക്കൽ സബ്ജക്ട് ആയതുകൊണ്ട് ഇതിൽ പ്രാക്ടിക്കൽ ഇല്ല. അപ്പൊ നമുക്ക് ഈ 80-ല് നമുക്ക് എത്ര എഴുതി? 26 മാർക്ക് മതി പാസ്സാവാൻ. എത്ര മാർക്കാ? 26 മാർക്ക് മതി പാസ്സാവാൻ. 26 മാർക്ക്. സോ 10ാം ക്ലാസ് ആണെങ്കിലും ശരി, +2 ആണെങ്കിലും ശരി, തിയറിക്ക് നമ്മൾ വെറും 26 മാർക്ക് എടുത്താൽ മതി, നമ്മൾ പാസ്സാവും. പിന്നെ പ്രാക്ടിക്കൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. പ്രാക്ടിക്കൽ ഇല്ലാത്തത് കൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്റേണൽ അസസ്മെന്റ് നോക്കാം. ഇന്റേണൽ അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം പറഞ്ഞത് 20 മാർക്കാണ്. 0 മുതൽ 20 വരെ മാർക്ക് നിങ്ങൾക്ക് എടുക്കാം. ഇനി അസൈൻമെന്റ് വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആബ്സെന്റ് ആയാൽ മതി, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ടോട്ടലി നമുക്ക് എത്ര മാർക്ക് വേണം? 100-ൽ 33 മാർക്ക് വേണം. സോ ഈ 26 കിട്ടിയ കുട്ടിക്ക് ഇവിടെ ഡയറക്റ്റ് തിയറിക്ക് തന്നെ 33 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ അസൈൻമെന്റ് വെച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ പാസ്സാണ്. അപ്പൊ അസൈൻമെന്റ് ഇല്ലാതെയും പാസ്സാകാൻ പറ്റും. ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, കമന്റ് ആക്കണ താഴെ കുറെ കമന്റ് സംശയങ്ങൾ വരുന്നത്. ആ സംശയത്തിന്റെ ഒരു ഉത്തരമാണ് ഇനി ഈ വീഡിയോ കണ്ടിട്ട് വരാൻ പോണ സംശയത്തിന്റെ ഒരു ഉത്തരം പറഞ്ഞത്. അസൈൻമെന്റിന്റെ മാർക്ക് വിഷയമില്ലെങ്കിലും നമുക്ക് തിയറി മാർക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ടോട്ടലി 33 കിട്ടിയാൽ മതി, പാസ്. ഓക്കെ, സോ ഇതാണ് വിത്തൗട്ട് പ്രാക്ടിക്കൽ 10ാം ക്ലാസ് +2 വിത്തൗട്ട് പ്രാക്ടിക്കൽ സബ്ജക്ട്സിന്റെ മാർക്കിംഗ് ക്രൈറ്റീരിയ. ഇനി നമുക്ക് 10ാം ക്ലാസ്സിലെ വിത്ത് പ്രാക്ടിക്കൽ സബ്ജക്ട്സ് നോക്കാം. 10ാം ക്ലാസ്സിലെ വിത്ത് പ്രാക്ടിക്കൽ ഏതൊക്കെ? മാത്തമാറ്റിക്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഹോം സയൻസ്, പിന്നെ അതർ പ്രാക്ടിക്കൽ റിലേറ്റഡ് സബ്ജക്ട്സ്. അങ്ങനെ ഒരുപാട് സബ്ജക്ട്സ് പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് വരുന്നുണ്ട്. ഞാനൊരു മെയിൻ ആയിട്ട് കുട്ടികൾ എടുക്കുന്ന സബ്ജക്ട്സും പിന്നെ അതർ സബ്ജക്ട്സും കൊടുത്തേക്കാണ്. ഓക്കെ, സോ അവിടെ നമുക്ക് തിയറി മാർക്ക് കൺസിഡർ ചെയ്യുന്നത് 68 മാർക്കാണ് നമ്മൾ തിയറി എടുക്കുന്നത്. പക്ഷേ ഇവിടെ പ്രാക്ടിക്കൽ വരുന്നുണ്ട്. എത്ര മാർക്കാ? 15 മാർക്കാണ് മാക്സിമം പ്രാക്ടിക്കൽ മാർക്ക് വരുന്നത്. ഇന്റേണൽ അസസ്മെന്റ് കണ്ടോ, മാക്സിമം 17 മാർക്ക്. കഴിഞ്ഞ വീഡിയോയിൽ അസൈൻമെന്റ് TMAയുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു 17 മാർക്കാണ് മാക്സിമം ഈ സബ്ജക്ട്സുകളുടെ അസൈൻമെന്റ് മാർക്ക്. സോ ഈ 68 മാർക്കും ഈ 15 മാർക്കും ഈ 17 മാർക്കും കൂട്ടി മൊത്തം നിങ്ങൾക്ക് എത്ര മാർക്കാണ് വരുന്നത്? 100 മാർക്കാണ് നിങ്ങളുടെ 10ാം ക്ലാസ് ഈ ലാബുള്ള വിഷയങ്ങൾക്കുള്ള നിങ്ങളുടെ മാർക്ക് എന്നത്, ടോട്ടൽ മാർക്ക്. സോ ഇവിടെ തിയറി 68, ഇവിടെ പ്രാക്ടിക്കൽ 15, ഇവിടെ ഇന്റേണൽ അസസ്മെന്റ് 17, ടോട്ടൽ 100. ഈ 100-ല് തിയറിയും പ്രാക്ടിക്കലും 10ാം ക്ലാസ്സിൽ ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. തിയറിക്ക് വേറെ, പ്രാക്ടിക്കലിന് വേറെ മാർക്കില്ല. 10ാം ക്ലാസ്സില്ല, +2-ലാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാത്ത കുട്ടി തോറ്റാൽ സ്വാഭാവികമായിട്ടും അത് തിയറി പരീക്ഷ തോൽക്കും. കാരണം എന്താ? ഫുൾ മാർക്കും തിയറി ലാബിനുള്ളത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തിയറിക്ക് മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ കുഴപ്പമില്ല, അഥവാ പ്രാക്ടിക്കൽ എക്സാം എഴുതാതെ 0 മാർക്ക് ആയിട്ടും തിയറിയിൽ ഫുൾ മാർക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടലി 27 കയറിയാൽ മതി. ഓക്കെ, ഇപ്പോ ഇവിടെ പ്രാക്ടിക്കലിന്റെ മാർക്ക് 15 ആണ്. സോ ഈ 15 മാർക്ക് ഇല്ലാതെ ഡയറക്റ്റ് ഇവിടെ നിങ്ങൾക്ക് 68 കിട്ടുകയാണ് എന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് 68 വേണമെന്നില്ല, ഇവിടെ മാത്രം 27 കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം? പാസ്സായിരിക്കും. അപ്പൊ അതാണ് കുട്ടികൾ കാണുന്നത്. പ്രാക്ടിക്കൽ അറ്റൻഡ്, സാറ് പറഞ്ഞു പ്രാക്ടിക്കൽ ഇമ്പോർട്ടന്റ്, പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാതെ പാസ്സാവണ രഹസ്യം മനസ്സിലായോ? ഇതെന്താ അറിയോ? കഴിഞ്ഞ TMAയുടെ വീഡിയോ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാ കുട്ടികളും, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളും ഒരു പൊതുവെയുള്ള കുട്ടികൾ എടുത്ത സബ്ജക്ട്സ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് TMAയുടെ മാർക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ മാർക്കും ഒക്കെ പറഞ്ഞത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ പറഞ്ഞു ഡാറ്റ എൻട്രിയിൽ 30, 60 മാർക്ക് എന്ന് പറഞ്ഞു. പക്ഷേ കുട്ടികൾ പറഞ്ഞു സാറ് 70 കിട്ടിയപ്പോൾ ഞാൻ ജയിച്ചോ? ആ 70 വരുന്നതൊക്കെ എന്താ? നിങ്ങളുടെ വൊക്കേഷണൽ സബ്ജക്ട് 632 ഡാറ്റ എൻട്രി, 608 ബേസിക് കമ്പ്യൂട്ടിങ്, പിന്നെ പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ, ഹൗസ് കീപ്പിംഗ്, അങ്ങനെ വെബ് ഡിസൈനിങ്, അങ്ങനെ ഒരുപാട് വൊക്കേഷണൽ കോഴ്സുകളുണ്ട്. AVIയിൽ വരുന്ന കോഴ്സുകളുണ്ട്. അതിന്റെ മാർക്ക് ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ ഞാൻ പറഞ്ഞത് കൂടുതൽ കുട്ടികൾ എടുത്ത സബ്ജക്ട്സ് ആണ്. സോ അതിന്റെ മാർക്ക് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, ഇനി ഈ 68, 15, 17 മൊത്തം 100, അതിൽ 27 മാർക്ക്. അപ്പൊ മക്കളെ മനസ്സിലാക്കുക, 10ാം ക്ലാസ്സിൽ തിയറിയും പ്രാക്ടിക്കലും ഒറ്റ മാർക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അഥവാ തിയറി എഴുതിയിട്ടില്ലെങ്കിലും പ്രാക്ടിക്കലിന് ഫുൾ മാർക്ക് കിട്ടൂല. കാരണം എന്താ? പ്രാക്ടിക്കലിന് മാക്സിമം 15 മാർക്കാ. തിയറി എഴുതാതെ പ്രാക്ടിക്കൽ മാത്രം എഴുതിയോട് വിജയിക്കില്ല. കാരണം 15 മാർക്ക് പറഞ്ഞാൽ 27 വേണം. 15 കിട്ടിയിട്ടുണ്ടെങ്കിൽ പാസ്സാവത്തില്ല. ഇനി പ്രാക്ടിക്കൽ ഇല്ല, തിയറി കിട്ടുമോ? ചിലപ്പോൾ കിട്ടും. കാരണം എന്താ? 68-ൽ 27 അവന് എടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അവനിവിടെ തിയറി 27 എടുത്താൽ ഇവന് ഇത് ആബ്സെന്റ് ആയാലും നോ പ്രോബ്ലം. 27 അസൈൻമെന്റ് ആബ്സെന്റ് അല്ല, 27 നിങ്ങൾക്ക് പാസ് മാർക്ക്, നിങ്ങളുടെ തിയറി ആൻഡ് പ്രാക്ടിക്കൽ പാസ് മാർക്കാണ്. അതിന്റെ കൂടെ ഈ 33 ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ 0 മുതൽ 17 വരെ, ഇവിടെ 27 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 33 ആവാൻ നിങ്ങൾക്ക് എത്ര മാർക്ക് മതി? 0 മുതൽ 17 വരെയുള്ള മാർക്ക് എടുത്താൽ മതി അല്ലെ? അപ്പൊ ആ ഒരു മാർക്ക്, നമുക്കൊരു 6 മാർക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് എത്ര കിട്ടും? നമുക്ക് ഇവിടെ 33 കിട്ടും. ഇവിടെ 6 മാർക്കും ഇവിടെ 27 + 6 എത്ര? 33 പാസ്സാ. എന്നാൽ നോക്കുക,
ഇവിടെ നമുക്ക് ഇവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് തിയറിക്ക് 33 കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് ഇല്ലെങ്കിലും പാസ്സാകാൻ പറ്റും. ഇങ്ങനെയാണ് ഇതിൽ. കാരണം ഓരോ കുട്ടികൾക്ക് വ്യത്യസ്ത രീതിയിലാണ് ആ മാർക്കുകളൊക്കെ നിങ്ങൾ നേടിയെടുക്കുന്നത് അല്ലേ. അസൈൻമെന്റ് വെച്ച ആളുകളുണ്ടാവും, വെക്കാത്തവരുണ്ടാവും, പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. സോ അതൊക്കെ നിങ്ങൾ ഇത് വെച്ചിട്ട് നോക്കുക. സോ 10ാം ക്ലാസ്സിന്റെ സയൻസ്, മാത്തമാറ്റിക്സ്, ഹോം സയൻസ് ഒക്കെ പോലുള്ള സബ്ജക്ട്സിന്റെ മാർക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞു, പാസിംഗ് ക്രൈറ്റീരിയ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് മാർക്ക് എടുക്കേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് 10ാം ക്ലാസ്സിൽ പെയിന്റിങ്ങിലോട്ട് വരാം. പെയിന്റിങ്ങിലോട്ട് വരുമ്പോൾ തിയറി മാർക്ക് കൺസിഡർ ചെയ്യുന്ന 24 മാർക്കാണ്. പക്ഷേ ഇവിടെ പ്രാക്ടിക്കൽ മാർക്ക് കണ്ടോ 70 മാർക്കാ. അതാണ് പെയിന്റിംഗിൽ 70 കിട്ടിയെന്നൊക്കെ കുട്ടികൾ കമന്റ് പറഞ്ഞത്. കാരണം പെയിന്റിംഗ് മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു അല്ലേ. സോ പെയിന്റിങ്ങിന് എത്ര പെയിന്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട് 35 സോറി നോർമൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വൊക്കേഷണൽ ആയിട്ടുള്ള കോഴ്സുകൾക്കാണ് പറയാത്തത്. സോ ഈ 70 മാർക്ക് ഉണ്ടോ 35 ആയിട്ട് വന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇന്റേണൽ അസസ്മെന്റ് ഉണ്ടോ 6 മാർക്ക്. ഓക്കെ, ഇത് 3ഉം കൂട്ടിയിട്ടാണ് ടോട്ടൽ നമുക്ക് എത്ര മാർക്ക് വരുന്നത് 100 മാർക്ക് വരുന്നത്. സോ ടോട്ടലി 100 മാർക്ക് കിട്ടുന്നത് തിയറി 24, പ്രാക്ടിക്കൽ 70, അസൈൻമെന്റ് 6 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 മാർക്ക്. ഈ 100 മാർക്കിൽ നിങ്ങൾക്ക് തിയറിയും പ്രാക്ടിക്കലും കൂടെ നിങ്ങൾക്ക് 31 മാർക്ക് കിട്ടിയാൽ മതി. ഒന്നെങ്കിൽ കണ്ടോ ഇവിടെ തിയറി ഫുൾ മാർക്ക് 24 ഉള്ളൂ, പക്ഷേ ഇവിടെ പ്രാക്ടിക്കൽ മാത്രം എത്ര വരുന്നുണ്ട് 70 മാർക്ക് വരുന്നുണ്ട്. സോ തിയറി ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിലും ഈ പ്രാക്ടിക്കലിൽ നിങ്ങൾക്ക് 31 മാർക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിന്റെ കൂടെ അസൈൻമെന്റിന്റെ 2 മാർക്കും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നെങ്കിൽ അങ്ങനെ പാസ്സാവാം. അതല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു 31 മാർക്ക് എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് അതിന്റെ പകരം ഇവിടെ അസൈൻമെന്റ് നിങ്ങൾക്ക് 0 ആണ്. പക്ഷേ 31ന്റെ പകരം നിങ്ങൾ ഇവിടെ ഈ അസൈൻമെന്റിന് കിട്ടാനുള്ള മാർക്കും കൂടി എടുക്കുകയാണ്. 2 മാർക്കിന്റെ കുറവല്ലേ ഉള്ളൂ. സോ നിങ്ങൾ ഇവിടെ 31ന്റെ പകരം ഇവിടെ നിങ്ങൾ നേരിട്ടൊരു 34 മാർക്കൊക്കെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ 34 വരും. പിന്നെ ഈ അസൈൻമെന്റ് ഇല്ലെങ്കിലും കണ്ടോ 33ന്റെ മുകളിൽ വരും, പാസ്സാണ്. ഓക്കെ, അങ്ങനെയും പാസ്സാകാൻ പറ്റും. സോ അസൈൻമെന്റ് ഇല്ലാതെയും പാസ്സാകാൻ പറ്റും, തിയറി ഇല്ലാതെയും പാസ്സാകാൻ പറ്റും, പ്രാക്ടിക്കൽ ഇല്ലാതെയും പാസ്സാകാൻ പറ്റും. പക്ഷെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുക, ഓരോ സബ്ജക്റ്റിനെയും മാർക്ക്. ചില സബ്ജക്ട്സുകൾക്ക് ലാബിനാണ് മുൻതൂക്കം. ഞാൻ പറഞ്ഞു ലാബ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ ഇവിടെ കണ്ടോ ലാബ് പെയിന്റിങ്ങിന്റെ ലാബിനാ കൂടുതൽ, തിയറിക്ക് മാർക്ക് കുറവാണ്. എന്നാൽ നമ്മൾ മറ്റു സബ്ജക്ട്സ് മാത്സും സയൻസ് ഒക്കെ നോക്കുമ്പോൾ തിയറിക്കാ കൂടുതൽ, ലാബിന് കുറച്ച് മാർക്കുള്ളൂ. സോ അത് വെച്ചിട്ട് വേണം നമ്മളിവിടെ അസൈൻമെന്റ് മാർക്ക് എത്ര വേണം അത് വെച്ച് പാസ്സാവുക എന്നുള്ളത് നോക്കാൻ. ഓക്കെ, ഇനി നമ്മൾ ഡാറ്റ എൻട്രി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, വൊക്കേഷണൽ അല്ല, 632 അല്ല, നമ്മൾ പറഞ്ഞ 336, 229 ഒക്കെ പോലുള്ള സബ്ജക്ട്സ് ഡാറ്റ എൻട്രി 10ാം ക്ലാസ്സിൽ ഡാറ്റ എൻട്രി ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തിയറി മാർക്ക് വരുന്നത് കണ്ടോ 32 മാർക്കാണ് തിയറി വരുന്നത്. അതിന്റെ പ്രാക്ടിക്കൽ വരുന്ന എത്ര 60 മാർക്കാണ്. അസൈൻമെന്റ് വരുന്ന എത്ര 8 മാർക്കാണ്. അങ്ങനെയാണ് ടോട്ടൽ എത്ര മാർക്ക് വരുന്നത് 100 മാർക്ക് വരുന്നത്. ഈ 100 മാർക്കിൽ തിയറിയും പ്രാക്ടിക്കലും കൂടെ നിങ്ങൾ എത്ര എടുത്താൽ മതി 30 മാർക്ക് എടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് കണ്ടോ തിയറി മാത്രം 32 മാർക്കിൽ 30 എടുത്താൽ തന്നെ ഈ പ്രാക്ടിക്കൽ ഇല്ലാതെ തന്നെ കുട്ടി വിജയിക്കും. കാരണം 30ന്റെ കൂടെ അസൈൻമെന്റിന് 3ഉം കൂട്ടിയാൽ 33 പാസ്സാ. ഇനി ഓട്ടെ തിയറി എടുക്കാതെ പ്രാക്ടിക്കലിൽ 32, 30ന് മുകളിൽ 30 മാർക്ക് പ്രാക്ടിക്കൽ മാത്രം എടുത്തു, തിയറി എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ 30ന്റെ കൂടെ അസൈൻമെന്റ് ഒരു 3ഉം കൂടി 33ൽ നിങ്ങൾ പാസ്സാവും. ഇനി വേണ്ട പ്രാക്ടിക്കൽ തന്നെ നിങ്ങൾ 33 എടുത്ത ഈ അസൈൻമെന്റും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് 30. നമുക്ക് ഫൈനലി ഇവിടെ 33 വരണം എന്നുള്ള കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അഗ്രിഗേറ്റ് മാർക്ക് പാസിംഗ് മാർക്ക് എത്ര 33%, 33% അല്ലെങ്കിൽ 100ക്ക് 33 മാർക്ക്, അതായത് 100ന്റെ 33% മാർക്ക് നിങ്ങൾ നേടിയാൽ നിങ്ങൾ പാസ്സാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കട്ടോ. 80ക്കല്ല, 80ൽ 26 ആണ്, 100ക്കാണ് 33. മനസ്സിലാക്കാം. ഓക്കെ, മനസ്സിലായോ? അതുപോലെ തന്നെ നമുക്ക് വിത്ത് പ്രാക്ടിക്കൽ സബ്ജക്ട് +2 നമ്മുടെ +2ന്റെ പ്രാക്ടിക്കൽ സബ്ജക്ട്സ് നോക്കാം. ഏതൊക്കെ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജോഗ്രഫി, എൻവയോൺമെന്റൽ സയൻസ്, മാസ് കമ്മ്യൂണിക്കേഷന്, ഹോം സയൻസ്, പിന്നെ അതർ പ്രാക്ടിക്കൽ സബ്ജക്ട്സ്, മറ്റ് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട്സിന്റെ ഒക്കെ തിയറി മാർക്ക് വരുന്നത് ശ്രദ്ധിച്ചോളൂ മക്കളെ. 64 മാർക്കിനാണ് തിയറി വരുന്നത്. അതിൽ പ്രാക്ടിക്കൽ മാർക്ക് 20 ആണ്. 64 തിയറി, 20 പ്രാക്ടിക്കൽ, അസൈൻമെന്റ് മാർക്ക് 16 ആണ്. അങ്ങനെയാണ് ടോട്ടൽ എത്ര മാർക്ക് വരുന്നത് 100 മാർക്ക് വരുന്നത്. പക്ഷേ 10ാം ക്ലാസ് പോലെയല്ല, ഏതെങ്കിലും ഒന്ന് 2ന്റെയും മാർക്ക് കമ്പൈൻ ചെയ്തിട്ടല്ല +2 വരുന്നത്. +2 തിയറിക്ക് മാർക്ക് വേറെയും വേണം, പ്രാക്ടിക്കലിന്, അതായത് തിയറിയും പാസ്സാവണം, പ്രാക്ടിക്കലും പാസ്സാവണം. മറ്റേതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 കൂട്ടിയിട്ട് പ്രാക്ടിക്കലും തിയറിയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടിയാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, തിയറിക്ക് സെപ്പറേറ്റ് മിനിമം മാർക്കുണ്ട്, പ്രാക്ടിക്കലും സെപ്പറേറ്റ് മിനിമം മാർക്കുണ്ട്. ഇവിടെ ഞാൻ +2ന്റെ കേസിൽ പറയാഞ്ഞത് നമുക്ക് വിത്തൗട്ട് പ്രാക്ടിക്കൽ സബ്ജക്ട്സിൽ പ്രാക്ടിക്കൽ ഇല്ലാത്തതുകൊണ്ട് പറയാനാണ്. എന്നാൽ ഇവിടെ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പോലുള്ള സബ്ജക്ട്സുകൾക്ക് നമുക്ക് തിയറി മാർക്ക് മിനിമം വേണ്ടത് 22. അപ്പോൾ 64 തിയറി മൊത്തം മാർക്കിൽ 22 തിയറി മാർക്ക് നിങ്ങൾ എടുത്താൽ മാത്രമേ തിയറി നിങ്ങൾ പാസ്സാവുള്ളൂ. അതുപോലെ തന്നെ 20 ആണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ മാർക്ക്. അതിൽ നിങ്ങൾ 7 മാർക്ക് എടുത്താലേ നിങ്ങൾക്ക് പാസ്സാവുള്ളൂ. അല്ലാതെ തിയറിക്ക് 64 കിട്ടിയിട്ട് ഇവിടെ 64 വന്നിട്ട് കാര്യമില്ല, 33% ആവത്തില്ല. എന്താ, തിയറിയിലും സെപ്പറേറ്റ് ആയിട്ട് 22 എടുക്കണം, പ്രാക്ടിക്കലിന് മിനിമം 7 എടുക്കണം, അതുപോലെ തിയറിയിൽ മിനിമം 22 എടുക്കണം. അതിന്റെ മുകളിൽ എത്ര കിട്ടിയാലും ബോണസ് ആണ്. ഓക്കെ, പാസ് മാർക്കാണ് ഞാൻ പറഞ്ഞത്, പാസ് ആവാനുള്ള മാർക്ക്. അതിന്റെ കൂടെ
നമ്മുടെ അസൈൻമെന്റ് മാർക്കും ചേർത്ത് 0 മുതൽ 16 വരെ. ഇപ്പൊ കണ്ടോ 22/7 എന്ന് പറയുമ്പോൾ എത്ര വരും? 29. പിന്നെ നമുക്ക് 33 ആവുമ്പോൾ എത്ര മാർക്ക് വേണം? 4 മാർക്ക് വേണം. ആ 4 മാർക്ക് മാത്രം നിങ്ങൾക്ക് അസൈൻമെന്റിൽ കിട്ടിയാൽ മതി. ഇത് വെച്ച് നിങ്ങൾ പാസ്സാവും. ഓക്കെ, ഇനിയിപ്പോ നോക്കൂ, തിയറിയിൽ 22 പകരം നിങ്ങൾ 26 എടുത്ത് നിങ്ങളെ പ്രാക്ടിക്കൽ 7 എടുത്താൽ തന്നെ നിങ്ങൾ ഇവിടെ 33 ആയി. അപ്പൊ അസൈൻമെന്റ് ഇല്ലാതെയും പാസ്സാവും. അതാണ് ഇവിടെ ആബ്സെന്റ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, കൂടുതൽ മാർക്ക് തിയറിയിൽ എടുത്താൽ മതി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയും പാസ്സാവാൻ പറ്റും. ഇനി +2 പെയിന്റിംഗ് സബ്ജക്ട്സ് നോക്കുക. അവിടെ നമുക്ക് തിയറിക്ക് 24 മാർക്ക്, പ്രാക്ടിക്കലിന് 70 മാർക്ക്. ഇത് 10ാം ക്ലാസ്സിന്റെ അതേപോലെ തന്നെയാണ് പെയിന്റിങ്ങിന്റെ മാർക്ക് വരുന്നത്. 6 മാർക്ക് ഉണ്ടോ? ഇതേപോലെ തന്നെ വരുന്നത് 6 മാർക്ക് നിങ്ങളുടെ ഇന്റർണൽ അസസ്മെന്റ്, 100 മാർക്ക്. അതിൽ നിങ്ങൾ തിയറിക്ക്, പക്ഷെ നേരത്തെ 10ാം ക്ലാസ് പറഞ്ഞ സമയത്ത് കണ്ടോ തിയറിയും പ്രാക്ടിക്കലും കൂടെ 31 മാർക്ക്. ഇവിടെ അങ്ങനെയല്ല, തിയറിക്ക് നിങ്ങൾ മിനിമം 8 മാർക്കണം. ഈ 24 മാർക്കിൽ മിനിമം 8 മാർക്ക് വിദ്യാർത്ഥി +2 പെയിന്റിംഗ് എടുക്കണം. അതുപോലെ തന്നെ പെയിന്റിങ്ങിന്റെ ലാബ് മാർക്ക് 70 ആണ്. ആ 70ൽ മിനിമം കൂട്ടി എത്ര എടുക്കണം? 23 എടുക്കണം. സോ ഈ 23ഉം ഈ 8ഉം കൂട്ടിയാൽ 31 ആവത്തുള്ളൂ. അപ്പോഴും വിജയിക്കണില്ല. പിന്നെ വിജയിക്കണമെങ്കിൽ 0 മുതൽ 6 വരെയുള്ള അസൈൻമെന്റിന് 2 മാർക്ക് കിട്ടണം. അങ്ങനെയാണ് 33 മാർക്കിൽ വിജയിക്കുക. അങ്ങനെയാണ് 33 മാർക്കിൽ വിജയിക്കുക. ഇനി അസൈൻമെന്റ് ഇല്ല എന്ന് കരുതിക്കോളൂ, ആബ്സെന്റ് ആണ് കരുതിക്കോളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ തിയറി നിങ്ങൾ 8 മാർക്ക് എടുത്ത തിയറി ഒന്നെങ്കിൽ 9 മാർക്ക് എടുക്കുക, അല്ലെങ്കിൽ 10 മാർക്ക് എടുക്കുക, 33 ആക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടിക്കൽ 23 എടുത്തത് നിങ്ങൾ 25 എടുക്കുക. അപ്പൊ കൂടുതൽ മാർക്ക് നമുക്ക് അസൈൻമെന്റിന്റെ ഇവിടെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ 33 വന്നാൽ മതി, നിങ്ങൾ പാസ്സാണ്. ഓക്കെ, ഇനി +2 ഡാറ്റ എൻട്രി നോക്കുക. 336 സബ്ജക്ട് കോഡുള്ള. അതിന് കണ്ടോ ഇവിടെ 10ാം ക്ലാസ്സിന് അതേപോലെ തന്നെ തിയറിക്ക് 32 മാർക്കാണ്, പ്രാക്ടിക്കലിന് 60 മാർക്കാണ്, അസൈൻമെന്റ് 8 മാർക്കാണ്. ഇത് മൂന്നും കൂട്ടി നമുക്ക് ടോട്ടൽ മാർക്ക് എത്ര വരും? 100 മാർക്ക് വരും. ആ 100 മാർക്കിൽ തിയറി 11 മാർക്ക് മിനിമം എടുത്തിരിക്കണം. സോ 32 തിയറി മാർക്കിൽ മിനിമം 11 മാർക്ക് എടുക്കണം. അതേപോലെ 60 പ്രാക്ടിക്കലിൽ മിനിമം 20 എടുക്കണം. എങ്കിലേ കുട്ടി പാസ്സാവുള്ളൂ. ഇല്ലെങ്കിൽ തിയറി മാത്രം തോറ്റു, ഇല്ലെങ്കിൽ പ്രാക്ടിക്കൽ മാത്രം തോറ്റു, അങ്ങനെ തന്നെ റിസൾട്ട് വരും. നമ്മൾ പാസ്സാവത്തില്ല. തിയറിക്ക് മിനിമം എടുക്കണം, പ്രാക്ടിക്കൽ മിനിമം. +2ന്റെ കേസിൽ 10ാം ക്ലാസ് അങ്ങനെയല്ല, രണ്ടും കൂടി കൂട്ടിയിട്ട് പാസ്സായാൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സെപ്പറേറ്റ് തിയറിക്കും പാസ്സാവണം, പ്രാക്ടിക്കലിനും പാസ്സാവണം. സോ ഈ 20ഉം 11 എത്ര? 31. അപ്പൊ നമുക്കൊരു 2 മാർക്ക് അസൈൻമെന്റും കിട്ടുകയാണെങ്കിൽ 33 പാസ്സാവും. ഇനി 2 മാർക്ക് അസൈൻമെന്റ് വെക്കാത്ത കുട്ടി 0 മാർക്ക് ആണെങ്കിൽ പകരം നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടിക്കലിലോ തിയറിയിലോ ഏതെങ്കിലും 2 മാർക്ക് കിട്ടുകയാണെങ്കിൽ 33 വെച്ച് നിങ്ങൾ പാസ്. സോ അടുത്ത സബ്ജക്ട് ഏതാ? കമ്പ്യൂട്ടർ സയൻസ്. +2 കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടികളാണെങ്കിൽ തിയറി 48 മാർക്ക്, പ്രാക്ടിക്കൽ 40 മാർക്ക്, അസൈൻമെന്റ് 12 മാർക്ക്. അങ്ങനെയാണ് നിങ്ങൾക്ക് 100 മാർക്ക് വരുന്നത്. ആ 100 മാർക്കിൽ തിയറിക്ക് മിനിമം 16 എടുക്കണം, പ്രാക്ടിക്കലിന് മിനിമം 13 എടുക്കണം. സോ അസൈൻമെന്റ് നിങ്ങൾക്ക് നോക്കൂ, 16ഉം 13ഉം പറയുമ്പോൾ എത്ര? 6 3 9, 1 29 മാർക്കാവുള്ളൂ. പിന്നെ നമുക്ക് വേണം 4 മാർക്ക്. സോ നമുക്ക് ഈ അസൈൻമെന്റ് 4 കൂടെ കിട്ടുകയാണെങ്കിൽ 33 പാസ്. ഇനി അസൈൻമെന്റ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ തിയറിയിൽ ഒരു 4 മാർക്ക് അധികം എടുക്കുക, അല്ലെങ്കിൽ പ്രാക്ടിക്കലിൽ ഒരു 4 മാർക്ക് അധികം എടുത്താലും നമ്മൾ പാസ്സാവും. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ പാസിംഗ് ക്രൈറ്റീരിയ വരുന്നത്. ഇത്രയും സബ്ജക്ട്സ് നോർമൽ സബ്ജക്ട്സുകളാണ്, അക്കാഡമിക് സബ്ജക്ട്സുകളാണ് പറഞ്ഞത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ 632 ഡാറ്റ എൻട്രി, 608 ബേസിക് കമ്പ്യൂട്ടർ, ഇതല്ലാതെ പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്ട്സ്, നമുക്ക് ഹൗസ് കീപ്പിംഗ്, വെബ് ഡിസൈനിങ്, അങ്ങനെ ബ്ലാ നമ്പർ ഓഫ് വൊക്കേഷണൽ കോഴ്സസ് നമുക്ക് വരുന്നുണ്ട്. അതിന്റെയൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യസ്തമാണ്. എല്ലാം ഞാൻ അവിടെ പറയുന്നില്ല. ഞാൻ ഡാറ്റ എൻട്രിക്ക് പറഞ്ഞുതരാം. തിയറിക്ക് 30 മാർക്ക്, പ്രാക്ടിക്കലിന് 70 മാർക്ക്, അസൈൻമെന്റ് ഇല്ല. വൊക്കേഷണൽ സബ്ജക്റ്റിന് അസൈൻമെന്റ് മാർക്ക് ഇല്ല. ഓക്കെ, സോ ഈ 30ഉം 70ഉം ആണ് നമുക്ക് +2 നമ്മുടെ ഡാറ്റ എൻട്രിയുടെ തിയറി മാർക്ക്. നമുക്ക് 30 ആണ് മാക്സിമം മാർക്ക് തിയറി, പ്രാക്ടിക്കൽ 70 ആണ് പ്രാക്ടിക്കൽ മാക്സിമം. സോ ഇതിന് രണ്ടിന് പകുതി മാർക്ക്, 30ക്ക് നിങ്ങൾ 15 മാർക്ക് എടുക്കണം, 70ൽ നിങ്ങൾ 35 മാർക്ക് എടുക്കണം. അങ്ങനെയാണ് നമ്മൾ പാസ്സാവുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്തിട്ടുന്നത്? 50% വേണം. വൊക്കേഷണൽ സബ്ജക്ട് 50% നമ്മൾ മാർക്ക് എടുത്തിരിക്കണം. ഇനി 608 ബേസിക് കമ്പ്യൂട്ടർ ആണെങ്കിൽ നമുക്ക് 40 തിയറി മാർക്ക്, പ്രാക്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ 60 മാർക്ക്. സോ ഈ തിയറി 40ന്റെ പകുതി എന്ന് പറയുന്ന 20 മാർക്ക് നിങ്ങൾ എടുത്തിരിക്കണം. ഈ 60 പ്രാക്ടിക്കൽ എന്ന് പറയുന്നതിന്റെ പകുതി 30 മാർക്ക് എടുത്തിരിക്കണം. ഇത് രണ്ടും കൂട്ടുമ്പോഴാണ് നമുക്ക് 50% ആവുന്നത്. 35 15 കണ്ടോ? 50 മാർക്ക് 50%, 30 20 എത്ര? 50 മാർക്ക് 50%. സോ വൊക്കേഷണൽ കോഴ്സ് 50% മാർക്ക് വേണം. ബാക്കിയുള്ളതൊക്കെ അഗ്രിഗേറ്റ് മാർക്ക് എത്ര വേണ്ടത്? 33%. വൊക്കേഷണൽ സബ്ജക്റ്റിൽ അസൈൻമെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആ മാർക്ക് 50%-ലോട്ട് വെയിറ്റേജ് വരുന്നത്. സോ ഇത്രയും സബ്ജക്ട്സ് പറഞ്ഞത് വെരി ക്ലിയർ ആണ്. നമ്മ എത് പണ്ണാലും 100% പ്രൊഫഷണലാ പണ്ണും. അതാണ് ഇവിടെ നിങ്ങൾ കണ്ടത്. ഇനി മാർക്കിന്റെ കാര്യത്തിൽ ഡിസ്ട്രിബ്യൂഷനിലൊന്നും ഒരു പാസിംഗ് ക്രൈറ്റീരിയയെ കുറിച്ചും അറിയാത്ത കുട്ടികളല്ലോ. എന്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും പാസ് മാർക്ക് എത്ര കിട്ടണം എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പൊ തീർന്നു. ഇനി ആരോടും ചോദിക്കേണ്ടതാ, ഫുള്ള് ബോർഡിലാ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ
വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാ നോട്ടിഫിക്കേഷൻസും അറ്റ് ദ വെരി ഫസ്റ്റ് നമ്മൾ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പഠിച്ചു തുടങ്ങാത്ത കുട്ടികൾക്ക് തിയറി പാസ്സാവണമെന്ന് അതി ആഗ്രഹമുണ്ട്, പഠിക്കാൻ സമയം കിട്ടില്ല, ഒരു വിഷമവും വേണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക, ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. പഠിക്കുക, പാസ്സാവുക, വേറെ ഒന്നും ഇനിയില്ല. നമുക്ക് വളരെ നിർണായകമായിട്ടുള്ള ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. സോ എല്ലാവരും പാസ്സാവട്ടെ, 100% വിജയമാവട്ടെ, കേരളം വലിയ ചരിത്ര വിജയം നേടട്ടെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.